കേരളത്തിന് ഇന്ന് ഏറ്റവും ആവശ്യം ഡോക്ടർമാരെക്കാൾ ഹെൽത്ത് കോച്ചുമാരെയാണ്. നമസ്കാരം, ഞാൻ ഷനീഷ്, ഒരു സർട്ടിഫൈഡ് ഡയറ്റീഷ്യനും ലൈഫ് സ്റ്റൈൽ കോച്ചുമാണ്. കഴിഞ്ഞ 6.5 വർഷത്തിലേറെയായി അമിതവണ്ണം, പ്രമേഹം, ഫാറ്റി ലിവർ, ഉയർന്ന കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ തുടങ്ങിയ മെറ്റബോളിക് രോഗങ്ങളുള്ള നൂറുകണക്കിന് ആളുകളോടൊപ്പം പ്രവർത്തിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ചികിത്സ എന്നാൽ മരുന്ന് കഴിക്കൽ മാത്രമല്ല. ഡോക്ടർമാരുടെ ചികിത്സയും മരുന്നുകളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ശരിയായ ഭക്ഷണശീലങ്ങളും വ്യായാമവും ഉറക്കവും സ്ട്രെസ് മാനേജ്മെന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതശൈലിയിലെ മാറ്റങ്ങളും കൂടെ വരുമ്പോഴാണ് ഒരു രോഗിയുടെ ചികിത്സ പൂർണ്ണമാവുന്നത്. ഒരു വ്യക്തിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതും അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് ആളുകളെ മരുന്ന് നിർത്താൻ പഠിപ്പിക്കാനല്ല, മറിച്ച് ഡോക്ടർമാരുടെ ചികിത്സയ്ക്കൊപ്പം നല്ല ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടുവന്ന് മികച്ച ആരോഗ്യം നേടാൻ സഹായിക്കാനാണ്. ഈ യാത്രയിൽ ഞാനൊരു വലിയ കാര്യം മനസ്സിലാക്കി. ഇന്ന് നമ്മുടെ രാജ്യത്തിനും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഡോക്ടർമാരെ മാത്രമല്ല, നല്ല മനസ്സുള്ള, ശരിയായ അറിവുള്ള, ആളുകളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഹെൽത്ത് കോച്ചുമാരെയാണ്. കാരണം ഇന്ന് കേരളം ഒരു വലിയ ആരോഗ്യ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. അമിതവണ്ണം, പ്രമേഹം, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, യൂറിക് ആസിഡ്, ജോയിന്റ് പെയിന്, ഉറക്കക്കുറവ്, സ്ട്രെസ്, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഓരോ കുടുംബത്തിലും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? സോഷ്യൽ മീഡിയയിൽ വരുന്ന തെറ്റായ ആരോഗ്യ വിവരങ്ങൾ, ഡിറ്റോക്സ് ഡ്രിങ്കുകൾ, മിറാക്കിൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെടുന്ന ജ്യൂസുകൾ, വേഗത്തിൽ വണ്ണം കുറക്കാമെന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ, ആയിരക്കണക്കിന് രൂപയുടെ ഫുഡ് സപ്ലിമെന്റുകൾ, ഇതൊക്കെ വിശ്വസിച്ച് പലരും പണവും ആരോഗ്യവും നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഓരോ കുടുംബത്തിനും വിദേശങ്ങളിൽ ഒരു ഫാമിലി ഡോക്ടർ ഉള്ളതുപോലെ ഒരു ഫാമിലി ഹെൽത്ത് കോച്ച് ആവശ്യമായി വരുന്നത്. ഡോക്ടർമാർ രോഗനിർണയവും ചികിത്സയും ചെയ്യും, മരുന്നുകളും അവർ നൽകും. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഒരു വ്യക്തിയെ ദിവസവും പ്രോത്സാഹിപ്പിക്കുവാൻ, അവരുടെ ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അവരുടെ ഭക്ഷണശീലങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ, അവരെ നടക്കാൻ പ്രേരിപ്പിക്കാൻ, അവരുടെ സംശയങ്ങൾ കേൾക്കാൻ, അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ, അവരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഒരു ഹെൽത്ത് കോച്ചിന് കഴിയും. ഇതൊക്കെ ഡോക്ടർമാർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് സമയം കുറവായത് കൊണ്ട് മാത്രമാണ്. ഒരു രോഗിയുടെ ചികിത്സ പൂർണ്ണമാകണമെങ്കിൽ 3 പ്രധാന കാര്യങ്ങൾ ആവശ്യമാണ്. അതിലൊന്നാമത്തേത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആണ്. രണ്ടാമതായി ആവശ്യമായ മരുന്നുകൾ. മൂന്നാമത്തേതാണ് ജീവിതശൈലി മാറ്റങ്ങൾ. ഈ മൂന്നാമത്തെ ഭാഗം പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് പല രോഗങ്ങളും നിയന്ത്രണത്തിലാകാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ചികിത്സ എന്നാൽ മരുന്ന് കഴിക്കൽ മാത്രമാവരുത്. ഇന്ന് എന്റെ ഏറ്റവും വലിയ മിഷൻ എന്താണെന്ന് വെച്ചാൽ, ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ആരോഗ്യമാറ്റം ഉണ്ടാക്കുന്ന ഹെൽത്ത് കോച്ചുമാരെ വളർത്തിയെടുക്കുക എന്നതാണ്. പ്രത്യേകിച്ചും മദ്യപാനം നിർത്താൻ ആഗ്രഹിച്ചിട്ടും അതിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാതെ നിശബ്ദമായി പോരാടുന്ന ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റും. ഫാറ്റി ലിവർ, ഡയബറ്റീസ്, ഒബേസിറ്റി എന്നിവയുമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ പറ്റും. പ്രായം കൂടുമ്പോൾ മരുന്നുകളുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് വിഷമിക്കുന്ന സീനിയർ സിറ്റിസൺസിനെ നമുക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കും.
ആവശ്യത്തിന് പണമുണ്ടായിട്ടും ആരോഗ്യവും സമാധാനവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെടൽ, പ്രതീക്ഷ നഷ്ടപ്പെടൽ, ജീവിതശൈലി രോഗങ്ങൾ എന്നിവയുമായി പോരാടുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കാൻ നല്ല മനസ്സുള്ള ഹെൽത്ത് കോച്ചുമാരെ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരിൽ പലർക്കും രോഗത്തിന് മരുന്ന് ലഭിക്കുന്നുമുണ്ട്. പക്ഷേ മോട്ടിവേഷൻ ലഭിക്കുന്നില്ല, സപ്പോർട്ട് ലഭിക്കുന്നില്ല, അവരുടെ കഥ കേൾക്കാൻ ഒരാൾ പോലുമില്ല, അവർക്ക് ചെവി കൊടുക്കാൻ ആർക്കും സമയവുമില്ല. അതുകൊണ്ടാണ് ഫാമിലി ഡോക്ടറിനെ പോലെ ഫാമിലി ഹെൽത്ത് കോച്ച് എന്ന ഒരു വലിയ സ്വപ്നം ഞാൻ കാണുന്നത്. ഒരു ഹെൽത്ത് കോച്ച് ഒരു ഡയറ്റ് പ്ലാൻ കൊടുക്കുന്ന ഒരാൾ മാത്രമല്ല. ഒരു ഹെൽത്ത് കോച്ച് നല്ലൊരു ലിസണറാണ്, നല്ലൊരു മോട്ടിവേറ്ററാണ്, നല്ലൊരു ഗൈഡാണ്, ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസർ ആണ് അദ്ദേഹം. ഒരു കുടുംബത്തിന്റെ ആരോഗ്യ സുഹൃത്താണ്. അതാണ് ഫിറ്റ് കേരള മിഷനിലൂടെ ഞാൻ നിർമ്മിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഡിഗ്രി വേണമെന്നോ PG വേണമെന്നോ ഇല്ല. നിങ്ങൾ അതിന് മെഡിസിനെ കുറിച്ചോ ഡോക്ടറെ കുറിച്ചോ ഡയറ്റീഷ്യനെ കുറിച്ചോ പഠിക്കുകയോ വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങൾ മാത്രം: പഠിക്കാനുള്ള മനസ്സും മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ്സും. അതുകൊണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ യാത്രയിൽ എന്റെ ഒപ്പം പങ്കാളികളാവാം. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പരിശീലനവും നിങ്ങൾക്ക് നേടാം. നിങ്ങൾക്കും വളരാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. കാരണം ഈ ജീവിതം വെറുതെ ഭക്ഷണം കഴിച്ച് ഉറങ്ങി ജീവിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ചില ജീവിതങ്ങളിൽ വലിയ വെളിച്ചം കൊടുത്താൽ നമുക്ക് കഴിയണം. ഒരു പ്രമേഹ രോഗിക്ക് പ്രതീക്ഷ നൽകാൻ, ഒരു ഫാറ്റി ലിവർ പേഷ്യന്റിന് ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ, മദ്യപാനം നിർത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പുതിയ ജീവിതം നൽകാൻ, ഒരു പ്രായമായ വ്യക്തിക്ക് കൂടുതൽ ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാൻ സഹായിക്കാനും നമുക്ക് കഴിയണം. പണം ഇഷ്ടം പോലെ ഉണ്ടായിട്ടും സന്തോഷമില്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് പ്രതീക്ഷ നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് ഒരു ഹെൽത്ത് കോച്ചിന്റെ യഥാർത്ഥ ശക്തി. അതുകൊണ്ട് തന്നെ അതാണ് എന്റെ മിഷൻ. ഹെൽത്തി ഫാമിലീസ്, ഹെൽത്തി കേരള ആൻഡ് healthy minds with healthy communities. Learn, practice, teach and lead. Namaste.